ഹലോ ഗൈസ്, ഈ വരുന്ന ഓഗസ്റ്റ് 23 അതായത് ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഗുരുവായൂർ അമ്പലത്തിൽ 400ഓളം കല്യാണങ്ങളാണ് നടക്കാൻ പോണത്. അപ്പം അന്നത്തെ ദിവസം റൂമൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അന്നത്തെ ദിവസം മാത്രമല്ല, ഗുരുവായൂർ അമ്പലത്തിൽ പൊതുവേ നല്ല തിരക്കാണ്. പിന്നെ ഇപ്പോൾ ചിങ്ങമാസവും കല്യാണ സീസണും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് കുറച്ച് സമയം വിശ്രമിക്കാനും ഫ്രഷപ്പ് ആവാനും ഒക്കെ പറ്റിയിട്ടുള്ള 4 ഡോർമെട്രി സൗകര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ഡോർമെട്രിയാണ് നിങ്ങളിപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലാണ്. ഇപ്പം നമ്മൾ കിഴക്കേ നടയിൽ മഞ്ജുലാലിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് പോണത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ റോഡൊക്കെ കാണിക്കണത്. ഇങ്ങനെ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അവിടെ ഇപ്പോൾ പണികളൊക്കെ നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. അവിടെ നിന്ന് ഇത്തിരി മുന്നോട്ട് പോകുമ്പോൾ ഈ എൻട്രൻസ് കാണാം. അതിലൂടെ കടന്നിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് ഫസ്റ്റത്തെ ഡോർമെട്രി വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ ഫ്രഷപ്പ് മാത്രമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വെറും 50 രൂപ വരുന്നത്. അല്ല നിങ്ങൾ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ എ സിക്ക് വരുന്നത് 263 രൂപയാണ് 12 മണിക്കൂറിന് ചാർജ് വരുന്നത്. എക്സ്ട്രാ 3 അവേഴ്സും കൂടി എടുക്കുകയാണെങ്കിൽ 105 രൂപ പേ ചെയ്യേണ്ടി വരും. ഇനി എ സി റൂമാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ 315 രൂപയാണ് 12 മണിക്കൂറിന് വരുന്നത്. എക്സ്ട്രാ 3 അവേഴ്സിന് വരുന്നത് 132 രൂപയാണ്. പിന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്, അതുപോലെ തന്നെ റെസ്റ്റിംഗ് ഏരിയയും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് രണ്ടാമത്തെ ഡോർമെട്രി. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തെക്കേ നടയിൽ മരപ്രഭുവിൻ്റെ തൊട്ട് ബാക്കിലായിട്ട്. അപ്പോൾ ഞാൻ തെക്കേ നടയിൽ നിന്നുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. തെക്കേ നടയിൽ നിന്നാണ് ഈ ഡോർമെട്രിക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ മരപ്രഭുവിനെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഗുരുവായൂർ കേശവനെയും കാണാം. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ആ കാണുന്ന ബിൽഡിംഗ് അതാണ് ഈ ഡോർമെട്രി. അതായത് റൈറ്റ് സൈഡിൽ ഉള്ള ഈ ബിൽഡിംഗ്. ഇവിടെ നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് പെയ്ഡ് പാർക്കിംഗ് ആണ് കേട്ടോ. ഇനി ഇവിടുത്തെ സർവീസുകളുടെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഡോർമെട്രി സർവീസിൻ്റെ റേറ്റ് വരുന്നത് 315 രൂപയാണ് 12 മണിക്കൂറിന്. ഇനി ഫ്രഷപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ 30 രൂപയാണ് വരുന്നത്. യൂറിനലിന് വരുന്നത് 10 രൂപയാണ്. പിന്നെ ഇവിടുത്തെ പാർക്കിംഗ് എന്ന് പറയുന്നത് പേ പാർക്കിംഗ് ആണ്. അതിൻ്റെ റേറ്റ് വരുന്നത് കാർ പാർക്കിങ്ങിന് 35 രൂപയും ട്രാവലർ ആണെങ്കിൽ 95 രൂപയാണ് 6 മണിക്കൂറിന് വരുന്നത്. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് 3ാമത്തെ ഡോർമെട്രിയാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് സ്ത്രീകൾക്ക് മാത്രം വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വടക്കേ നടയിൽ ഔട്ടർ റിംഗ് റോഡിലാണ്. നമ്മൾ മഞ്ജുലാൽ വഴിയാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇടത്തോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിൽ വരുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് നമ്മളൊരു 300 മീറ്ററോളം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പണി നടക്കുന്ന കാരണം ഇപ്പോൾ ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. അവിടുന്ന് കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണുന്ന പച്ച കളറുള്ള ബിൽഡിംഗ് ആണ് 3ാമത്തെ ഡോർമെട്രി ആയിട്ടുള്ള ഷീ. ഇത് ലേഡീസ് ഓൺലി ആണ്. ഇതിൻ്റെ അടുത്ത സൈഡിലായിട്ട് കുടുംബശ്രീയുടെ ഒരു ഹോട്ടൽ ഉണ്ട്. അതെല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡോർമെട്രിയിൽ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ ഉള്ളതാണ് റെസ്റ്റിംഗ് ഏരിയ. ഇനി ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. 1 ബെഡിന് 263 രൂപയാണ് 12 മണിക്കൂറിന് ആവുന്നത്. അത് 1 ഡേ ആവുമ്പോൾ 526 രൂപയാവും. യൂറിനലിന് മാത്രം 10 രൂപയും ഫ്രഷപ്പിന് മാത്രം 30 രൂപയാണ് ആവണത്. പിന്നെ ഇതിൽ അറ്റാച്ച്ഡ് ഡോർമെട്രി സൗകര്യം അവൈലബിൾ ആണ്. അതിന് 1 ബെഡിന് 368 രൂപ 12 മണിക്കൂറിന് ചാർജ് വരും. 736 രൂപയാണ് അത് 24 മണിക്കൂർ ആവുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ 3 മണിക്കൂർ വെച്ചിട്ട് എക്സ്ട്രാ ആവുമ്പോൾ 132 രൂപയാവും. പിന്നെ ഇവിടെ പേയ്മെൻറ്റ്സ് ക്യാഷ് ഓൺലി ആണ്, ഗൂഗിൾ പേ ഇല്ല. പിന്നെ ഡെപ്പോസിറ്റ് ആയിട്ടൊരു 100 രൂപ അഡ്വാൻസ് കൊടുക്കണം. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് 4ാമത്തെ ഡോർമെട്രി. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പടിഞ്ഞാറ് നടയിൽ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ 4ാമത്തെ ഡോർമെട്രിയുടെ ലൊക്കേഷൻ പടിഞ്ഞാറ് നടയിൽ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് KSRTC ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പടിഞ്ഞാറ് നട വരുന്നത്. അതിനോട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ വലിയ ബിൽഡിങ്. അതാണ് 4ാമത്തെ ഡോർമെട്രി. ഇനി ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ റെസ്റ്റിംഗ് മാത്രമാണെന്നുണ്ടെങ്കിൽ വെറും 40 രൂപയാണ് വരുന്നത്. ഇനി ഡോർമെട്രി സൗകര്യം എന്നുണ്ടെങ്കിൽ 6 മണിക്കൂറിന് 100 രൂപയും 12 മണിക്കൂറിന് 200 രൂപയാണ് വരുന്നത്. പിന്നെ ടോയ്ലറ്റ് ബാത്റൂം സൗകര്യം മാത്രമാണെന്നുണ്ടെങ്കിൽ 30 രൂപയും യൂറിനലിന് 10 രൂപയാണ് വരുന്നത്. ഇനി ബാഗ് മാത്രമാണ് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ 10 രൂപ 6 മണിക്കൂറിന് ചാർജ് വരും. പിന്നെ ഇവിടെ ലിഫ്റ്റ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ.